الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ അൽ അറാഫ് എന്ന 7-ാമത്തെ അധ്യായമാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 135 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് 136 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. മൂസ അലൈഹിസ്ലാമിൻ്റെ പ്രബോധന കാലഘട്ടമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂസ അലൈഹിസ്ലാം ഫിർഔൻ എന്ന ഈജിപ്തിലെ ഏകാധിപതിയായ ഭരണാധികാരിയെയും ആ സമൂഹത്തെയും സത്യത്തിലേക്ക് വിളിച്ച പശ്ചാത്തലം. അവർ അത് ഉൾക്കൊള്ളുവാൻ സന്നദ്ധമായില്ല. മൂസ അലൈഹിസ്ലാമിനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി. അങ്ങനെ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങിയ സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ അല്ലാഹു തആല അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ക്ഷാമവും വിളനാശവും, അതേപോലെ പ്രളയവും വെട്ടുകിളി ശല്യവും ചെള്ളിൻ്റെ പേനിൻ്റെ ശല്യവും തവളകളുടെ ശല്യവും, എവിടെ നോക്കിയാലും രക്തം പ്രത്യക്ഷമാകുന്ന അവസ്ഥയും, ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, ഉദ്ഉ ലനാ റബ്ബക് ബിമാ അഹിദ ഇൻദക്. നീ നിന്റെ പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കും മൂസ, നിനക്ക് അവൻ തന്ന കരാറുകൾ, വാഗ്ദാനങ്ങൾ പുലരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. അതിനാൽ ഈ ദുരിതങ്ങളൊന്ന് നീങ്ങി കിട്ടിയാൽ ലനുഅ്മിനന്ന ലക്, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചോളാം. വല നുർസിലന്ന മഅക ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ അയച്ചോളാം, ഇങ്ങനെയൊക്കെ പറയും. എന്നാൽ ഈ ദുരിതങ്ങൾ അങ്ങ് മാറിപ്പോയാലോ? അവര് ഇദാഹും യൻകുസൂൻ, അവര് പിന്നെയും കരണം മറിയും. പിന്നെ മലക്കം മറിച്ചിലാണ്. പഴയ അവസ്ഥയിലേക്ക് തന്നെ പെട്ടെന്ന് അവർ തിരിച്ചു പോകുന്നു എന്നതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ അവർ മുന്നോട്ട് പോയി. ഇസ്രായേൽ സമൂഹത്തെ അവർ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. മൂസ അലൈഹിസ്ലാമിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരുടെ ധിക്കാരപരമായ നിലപാടുകളൊക്കെ അതേപോലെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടുത്ത നടപടിക്രമത്തിലേക്ക് പ്രവേശിക്കാൻ
അതാണ് 136. ഫന്തഖംന മിൻഹും, ഇന്തഖമ യന്തഖിമു, പ്രതികാരം ചെയ്തു എന്നാണ് വാക്കിന്റെ അർത്ഥം. നഖമ എന്ന വാക്ക് നമുക്ക് പരിചയം ഉണ്ടാകും സൂറത്തുൽ ബുറൂജിലെ വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. നഖമ മിൻ എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിച്ചു എന്നുള്ള അർത്ഥമാണ്. ഒരാളുടെ മേൽ കുറ്റം ആരോപിക്കുക. ഇന്തഖമ എന്ന് പറയുമ്പോൾ പ്രതികാരം ചെയ്തു എന്നുള്ള ആശയമാണ്. ഫ ഇന്തഖംന ചേർത്ത് വായിക്കുമ്പോൾ ഫന്തഖംന എന്നായിട്ട് മാറുന്നു. ഫന്തഖംന, അപ്പോൾ നാം പ്രതികാരം ചെയ്തു, മിൻഹും അവരോട്. ഇന്തഖമയുടെ കൂടെ ഒരു മിൻ ചേർന്ന് വരികയാണ്. ആരോടാണോ പ്രതികാരം ചെയ്തത് എന്ന് സൂചിപ്പിക്കാൻ. ഫന്തഖംന മിൻഹും, അപ്പോ നാം അവരോട് പ്രതികാരം ചെയ്തു. ആരോട്? ഈജിപ്തിലെ ഫിർഔൻ ഭരണകൂടത്തോടും അവരെ പിന്തുണക്കുന്ന സമൂഹത്തോടും പ്രതികാരം ചെയ്തു. ഫഅഗ്റഖ്നാഹും ഫിൽ യം, അഗ്റഖ മുക്കിക്കളഞ്ഞു. ഫഅഗ്റഖ്നാഹും നാം അവരെ മുക്കി, ഫിൽ യം എവിടെ? ഒരു സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. ബി അന്നഹും തീർച്ചയായും അവർ കദ്ദബൂ ബി ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞതിനാലാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞതിനാൽ. വക്കാനു അവർ ആയിരുന്നു, അൻഹ അവയെക്കുറിച്ച്, ഗാഫിലീൻ അശ്രദ്ധരായിരുന്നു. ദൈവിക ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളുവാൻ, അവയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒന്നും അവർ സന്നദ്ധമായിരുന്നില്ല. അശ്രദ്ധരായിട്ട് അവർ മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഫന്തഖംന നാം പ്രതികാരം ചെയ്തു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടല്ലോ, പ്രതികാരം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾ അന്ധനും ബധിരനുമായിട്ട് മാറും. എന്തും ചെയ്തു കളയും അല്ലെ. ചിലപ്പോ മറ്റേയാള് ചീത്ത വിളിച്ചതാണെങ്കിൽ അയാളെ കൊന്നുകളയും. അതായിരിക്കും പ്രതികാര രീതി. അങ്ങനെ എടുത്തുചാട്ടത്തിന്റെ എന്ത് അതിക്രമവും പ്രവർത്തിക്കുന്ന ഒരവസ്ഥ സംഭവിക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫന്തഖംന മിൻഹും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹുവിന്റെ നടപടിക്രമം ഉണ്ടാകും. മറിച്ച് അതിന് കൃത്യമായ ന്യായമുണ്ടാകും. ഇവർക്ക് ധാരാളം അവസരങ്ങൾ അള്ളാഹു നൽകിയതാണ്. ആ പ്രവാചകൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പല ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടു, അതവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ജാലവിദ്യക്കാർ സത്യം സ്വീകരിക്കുന്നത് അവർ കണ്ടു. മൂസ അലൈഹിസ്സലാം തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്ന് മൂസ നബിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാമുണ്ട്. അങ്ങനെ കാലം കുറെ നീങ്ങിപ്പോയി. എന്നിട്ടും അവർ ധിക്കാരം തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലാഹു തആല തീരുമാനത്തിലേക്ക് പോകുന്നത്. അതെന്താണ് ആ തീരുമാനം? അത് വളരെ ഗൗരവമുള്ള തീരുമാനമാണ്. കാരണം ഈ സമൂഹത്തിന് ഇനി ഈ ലോകത്ത് ജീവിക്കുവാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ തുടച്ചു നീക്കുന്നത്. അതാണല്ലോ ശരി. നമ്മുടെ വീട്ടിലെ കുടുംബനാഥന്റെ ഒരു നിർദ്ദേശവും അംഗീകരിക്കാൻ സന്നദ്ധനല്ല. നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം എന്താ പറയാം, ഞങ്ങൾക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കണം, അതുകൊണ്ട് നീ ഈ വീട് വിട്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇതേ അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു രാജ്യം മുഴുവനും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവിടെയുള്ള ഒരു ന്യൂനപക്ഷത്തെ അടിച്ചമർത്തി അവരെല്ലാ നിലയിലും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവരോട് ഈ നാട് വിട്ട് എന്നല്ല, ഈ ലോകം വിട്ട് പോയിക്കൊള്ളാൻ വേണ്ടിയാ പറയുന്നത്. അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്നപ്പോൾ അവര് സകല മേഖലകളും വരിഞ്ഞു മുറുക്കിയപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയില്ലേ. നിങ്ങൾ ഇന്ത്യ വിട്ടു പോവുക എന്നായിരുന്നു അതിന്റെ പ്രഖ്യാപനം. എന്ന പോലെ ഈ സമൂഹം ഈ രാജ്യത്ത് അങ്ങേയറ്റം അതിക്രമം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഈജിപ്തിന് സകല കൊള്ളരുതായ്മകളും
പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു തീരുമാനിക്കുകയാണ്, ഇനി ഇവര് ഈ ലോകത്ത് നിലനിൽക്കാൻ അർഹരല്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല നിലപാട് സ്വീകരിച്ചാണ്. അതാണ് ഫന്തഖംനാ മിൻഹും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. ഫന്തഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും ഫിൽ യം. അങ്ങനെ അവരെ നാം ആ സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു എന്ന് പറയുന്നു. ഏതാണ് സമുദ്രം? അത് ചെങ്കടലാണ് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ മറ്റു പലയിടങ്ങളിലും ഇതിന് ബഹർ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ബഹർ, കടൽ എന്ന് തന്നെയാണ് അർത്ഥം. യം എന്ന് പറയുമ്പോൾ സമുദ്രം, അതുപോലെ തന്നെ അത് ഒരു കായൽ അല്ലെങ്കിൽ പുഴ എന്ന അർത്ഥത്തിലൊക്കെ പറയാവുന്നതാണ്. മൂസ അലൈഹിസ്ലാമിനെ ഉമ്മ പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കിയില്ലേ, അതിനെക്കുറിച്ച് ഖുർആന്റെ പരാമർശം അനിഖ്ദി ഫീഹി ഫിത് താബൂത്ത് ഫഖ്ദി ഫീഹി ഫിൽ യം എന്നാണ്. ആ ശിശുവിനെ ഒരു പെട്ടിയിലടച്ച് എന്നിട്ട് ആ നദിയിൽ ഒഴുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അവിടെ യം നദി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ചില മുഫസ്സിറുകൾ ഇതും ചെങ്കടലല്ല, നൈൽ നദിയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ സാധിക്കും. നൈൽ നദിയിലാണ് അവർ മുങ്ങി മരിച്ചു പോയത് എന്ന നിലക്ക് പ്രയോഗിച്ചതായിട്ട് കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മറ്റു പലയിടങ്ങളിലും ബഹ്ർ പറയുമ്പോൾ, സമുദ്രം എന്ന് പറയുമ്പോൾ, നൈൽ നദി ഒരു നദിയാണല്ലോ, അതൊരിക്കലും സമുദ്രമല്ല. അതുകൊണ്ട് തന്നെ ചെങ്കടൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ യം എന്ന വാക്ക് പ്രയോഗിച്ചു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും ഇവിടെ യം എന്ന് പറഞ്ഞതിനെ ചെങ്കടൽ എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവര് മുങ്ങി ഒടുങ്ങിപ്പോയി. എന്തായിരുന്നു അതിൻ്റെ കാരണം? കാരണം ഇവിടെ ഖുർആൻ എടുത്തു പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ബി അന്നഹും കദ്ദബൂ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളി പറഞ്ഞു. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അതേപോലെ തന്നെ അള്ളാഹു തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ഈ ലോകത്തിന് മറ്റൊരു ഉടമസ്ഥനുണ്ട്, ഈ രാജ്യത്തിന് മറ്റൊരു ഉടമസ്ഥനുണ്ട് എന്നതൊക്കെയും അവര് കളവാക്കി. കദ്ദബൂ ബി ആയാത്തിന വകാനു അൻഹാ ഗാഫിലീൻ, അവർ ഇതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധനാണ്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അയക്കപ്പെട്ടൊരു പ്രവാചകനാണ് അവരുടെ കൂടെ ഉള്ളത്. ആ പ്രവാചകനിലൂടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷമായി. പ്രവാചകന്റെ സന്ദേശം അവർ നേരിട്ട് അനുഭവിച്ചു. എന്നിട്ടും ഇതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. അത് വിശ്വസിക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ ഒന്നും ശ്രമിക്കാതെ തങ്ങളുടെ ധിക്കാരപരമായ നിലപാടിൽ തന്നെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്കുണ്ടായത്. അതാണ് വകാനു അൻഹാ ഗാഫിലീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹം ഞങ്ങൾക്ക് വിവരമില്ലാതെ പോയി, ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ സങ്കടം പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹു നൽകിയ ബുദ്ധിയും ചിന്താശേഷിയും ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാനുള്ള ശ്രമം നടത്തണം. അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഇടപെടൽ സംഭവിക്കാം എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ആ മഹാസാമ്രാജ്യത്തിൻ്റെ അധിപരും ആ സാമ്രാജ്യത്തിലെ രാജസഭയും അവരെ പിന്തുണക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളും എല്ലാം കൂടി ചെങ്കടലിൽ മുങ്ങി ഒടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ വലിയ ആലോചനകളിൽ ഏർപ്പെടണം. ഫിർഔൻ സമൂഹത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അവര് ആരാണ്? ദിൽ ഔത്താദാണ് അല്ലെ? വളരെ ശക്തമായ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് ജനതയെ അടിച്ചമർത്തി അവരെ അതിക്രമങ്ങൾക്ക് വിധേയമാക്കിയിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന വൻ ശക്തിയാണ് അവര്. അങ്ങനെയുള്ള ഒരു സാമ്രാജ്യം മുങ്ങി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നീന്തി രക്ഷപ്പെട്ടുകൂടായിരുന്നോ? അവരുടെ കൂടെ എന്തെല്ലാം സൈന്യങ്ങൾ ഉണ്ടാവും അല്ലേ? അവരുടെ കൂടെ നാവികസേനയുണ്ടാവും, കരസേനയുണ്ടാവും, വമ്പിച്ച ആയുധങ്ങളും യുദ്ധക്കോപ്പുകളും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് അവരങ്ങ് നീന്തൽ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ മുങ്ങും പോലെ മുങ്ങി അങ്ങ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ
അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഏത് വൻശക്തിയായാലും അവൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ ഇത്രയൊക്കെ വേണ്ടു എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അബ്രഹത്തിൻ്റെ ആനപ്പടയെ അബാബീൽ എന്ന ഒരു പക്ഷിക്കൂട്ടത്തെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്, ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനാൽ ഇങ്ങനെ നിസ്സാരമായിട്ട് ഇവരെ അള്ളാഹു മുക്കി ഒടുക്കിക്കളഞ്ഞു എന്നാ പറയുന്നത്. തുടർന്ന് എന്താ സംഭവിച്ചത്? 137 ആയത്തില് പിന്നീട് എന്തുണ്ടാകുന്നു എന്ന് പറയാണ്. ഫിർഔൻ ജനത ഇങ്ങനെ മുങ്ങി ഒടുങ്ങി എന്ന് മാത്രമല്ല, അവരിലെ ഭരണാധികാരികളുടെ ശരീരങ്ങൾ പിന്നീട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് യൂനുസിൽ അത് സംബന്ധമായിട്ടുള്ള പരാമർശം വരുന്നു. ഈജിപ്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോഴും മ്യൂസിയത്തിൽ അതിങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെട്ടത് കാണാം. മമ്മികളാക്കി സൂക്ഷിക്കപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള പിരമിഡുകൾക്കകത്തായിരുന്നു അവ സൂക്ഷിക്കപ്പെട്ടത്. പിന്നീട് അത് മ്യൂസിയങ്ങളിലേക്ക് മാറ്റി. അതിൻ്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ലോകത്തിന് എന്നും ഒരു പാഠമായിട്ട് അവർ അല്ലാഹു സുബ്ഹാനഹു തആല നിലനിർത്തുകയാണ് ചെയ്തത് എന്നുകൂടി മനസ്സിലാക്കണം. പിന്നീട് ഈജിപ്ത് എന്ന അവർ താമസിച്ചു കൊണ്ടിരുന്ന നാട്ടിന് എന്ത് സംഭവിച്ചു, അതേപോലെ തന്നെ അവർ അടിച്ചമർത്തിയിരുന്ന ഇസ്രയേൽ സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്നതൊക്കെ വളരെ പ്രസക്തമാണ്. പിന്നീട് പറയാൻ പോകുന്നുണ്ട്. നമുക്ക് 137 ശ്രദ്ധിക്കാം. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها. എന്താ പിന്നെ ഉണ്ടായത്? ഔറസ നാം അനന്തരാവകാശം നൽകി, നാം അവകാശികളാക്കി. അൽ ഖൗം ഒരു ജനതയെ, അല്ലദീന കാനു അവർ ആയിരുന്നു, യുസ്തദഅഫൂൻ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. ലഈഫ് ദുർബലൻ, ഇസ്തദഅഫ അടിച്ചമർത്തി എന്നാണ്. യസ്തദഇഫു ഉസ്തുലഇഫ അതിൻ്റെ പാസീവ് വോയിസ് ആണ്, കർമ്മണി പ്രയോഗമാണ്. ഉസ്തുലഇഫ അടിച്ചമർത്തപ്പെട്ടു, യുസ്തദഅഫു അടിച്ചമർത്തപ്പെടുന്നു. അൽ ഖൗമല്ലദീന കാനു യുസ്തദഅഫൂൻ അടിച്ചമർത്തപ്പെട്ടവരായിരുന്ന ജനത്തെ നാം അനന്തരാവകാശികളാക്കി മാറ്റി. എവിടെ? മശാരിഖൽ അർദി വ മഗാരിബഹ. മശ്രിഖ് എവിടെയാണ്? കിഴക്കാണ്. സൂര്യൻ ഉദിക്കുന്ന ദിശ കിഴക്കാണ് മശ്രിഖ്. മഗ്രിബ് എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറേ ദിശ എന്നുള്ളതാണ്. മശാരിഖൽ അർദ് ഭൂമിയുടെ പൂർവ്വ ദിക്കുകൾ, കിഴക്കൻ ദിക്കുകൾ. വ മഗാരിബഹ അതിൻ്റെ പശ്ചിമ ദിക്കുകളും അഥവാ പടിഞ്ഞാറൻ ദിക്കുകളും എന്നായിരിക്കും. മശാരിഖൽ അർദി വ മഗാരിബഹ. അങ്ങനെ അവർക്ക് ഒരു മഹാസാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലത്തി ബാറക്നാ ഫീഹ അതെവിടെയാണ്? ഏതൊരു ഭൂമിയാണോ നാം അനുഗ്രഹം ചൊരിഞ്ഞത്, അതിൻ്റെ സകല അനുഗ്രഹങ്ങളും സമൃദ്ധികളും ഉള്ള ഭൂമിയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് അള്ളാഹു പറയാൻ. എന്നിട്ടോ വതമ്മത് അതോടെ പൂർത്തിയായി, നിറവേറി, സഫലമായി, കലിമത്തു റബ്ബിക്കൽ ഹുസ്ന നിന്റെ നാഥന്റെ സദ്വചനം. കലിമത്ത് വചനം, റബ്ബിക്ക നിന്റെ നാഥന്റെ, അൽ ഹുസ്ന ഏറ്റവും ഉത്തമമായ വചനം പൂർത്തിയായി. അല ബനി ഇസ്രായീൽ ഇസ്രയേൽ സന്തതികൾക്കുമേൽ. എന്താ കാരണം എന്നറിയോ? ബിമാ സബറു. അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, അവർ സഹനം അവലംബിച്ചതിനാൽ. അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് ഒരു വലിയ സാമ്രാജ്യം ഭൂമിയിൽ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറയാൻ. മാത്രമല്ല അതിന് മറുവശം എന്താണ്? വദമ്മർന ദമ്മറ തകർത്ത് കളഞ്ഞു. മാ കാന യസ്നഉ ഫിർഔൻ ഫിർഔൻ നിർമ്മിച്ച് ഉണ്ടാക്കിയവയെ. സ്വനഅ യസ്നഉ നിർമ്മിച്ചു എന്നാണ്. മാ കാന യസ്നഉ ഫിർഔൻ നിർമ്മിച്ച് കൂട്ടിയതിനെ. വ ഖൗമുഹു അവൻ്റെ ജനവും. വമാ കാനു യഅരിശൂൻ അവർ പടുത്തുയർത്തിയ സകലതിനെയും.
അല്ലാഹു തആല തകർത്ത് കളയുകയും ചെയ്തു. ഒരു ജനതയുടെ നാശം മറ്റൊരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് മാറുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ലോകത്ത് എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എത്രയെത്ര ഭരണാധികാരികൾ, ഏകാധിപതികൾ, സ്വച്ഛാധിപതികൾ പല കാലങ്ങളിൽ പല ദേശങ്ങളിലായിട്ട് ഈ ലോകത്തെ ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ എവിടെ പോയല്ലേ? വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ദുഖാനില് 24 മുതൽ 28 വരെ കവിത പോലുള്ള ചില സൂക്തങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഫിർഔനും കൂട്ടരും മുങ്ങി ഒടുങ്ങിപ്പോയല്ലോ. വസ്റുക്കിൽ ബഹ്റ റഹ്വ, അവര് മുങ്ങി ഒടുങ്ങിപ്പോകുന്ന ആ ഘട്ടത്തില് മൂസ അലൈഹിസ്ലാമും കൂട്ടരും അതിനു മുമ്പേ അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല ഈ സമുദ്രത്തെ ഒരു വിശാലമായ വഴിയാക്കിയിട്ട് തിരിച്ച് അത് ഒരു ഉണങ്ങിയ വെള്ളത്തിന്റെ പ്രയാസം ഒട്ടുമില്ലാത്ത വരണ്ട വഴിയാക്കിയിട്ട് മാറ്റിയല്ലോ. എന്നിട്ട് അവരങ്ങ് കടന്നു പോയപ്പോൾ തൊട്ടു പിന്നാലെ ഫിർഔനും കൂട്ടരും വരുന്നു, അവർ മുങ്ങിപ്പോകുന്നു. ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ, അങ്ങനെ അവര് മുങ്ങി ഒടുങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര ഉദ്യാനങ്ങളും ജലധാരകളും ആണ് ഇവര് വിട്ടേച്ചു പോയത്. വസുറൂഇൻ വ മഖാമിൻ കരീം, കൃഷിയിടങ്ങളും അതുപോലെ തന്നെ രമ്യഹർമ്മ്യങ്ങളും അതിസുന്ദരമായ ഉദ്യാനങ്ങളൊക്കെ അവർ വിട്ടേച്ചു പോയില്ലേ. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, മാത്രമല്ല അവർ ആറാടിയിരുന്ന, അവര് ആഹ്ലാദിച്ചിരുന്ന, സന്തോഷം കണ്ടെത്തിയിരുന്ന സകല അനുഗ്രഹങ്ങളും അവർ വിട്ടേച്ചു പോയല്ലോ എന്ന് അല്ലാഹു തആല അവരെ കുറിച്ച് പറയാൻ. എന്തൊക്കെയാ വിട്ടേച്ചു പോയത്? എന്നിട്ടോ കദാലിക് വ ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, പ്രകാരം നാം മറ്റൊരു ജനതയെ അനന്തരം എടുക്കുന്നു, എന്നിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. അവിടെ അല്ലാഹു തആല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, ഫമാ ബഖത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശഭൂമികളൊന്നും അവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീർ പൊഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാ കടന്നു പോയതല്ലേ? നമ്മുടെ രാജ്യത്ത് തന്നെ മുഗളന്മാര് കടന്നു പോയിട്ടുണ്ട്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും, ഇങ്ങനെ പലരും ഇവിടെ പല ശേഷിപ്പുകളും ബാക്കി വെച്ച് കടന്നു പോയിട്ടുണ്ട്. താജ്മഹലും കുത്തബ് മീനാറും ചെങ്കോട്ടയും ഫത്തേപൂർ സിക്രിയും ഇങ്ങനെ പലതും മുഗളന്മാരുടെ ശേഷിപ്പുകളാണ്. ഇതേപോലെ പലരും കടന്നുപോയി. ഖുർആന്റെ ആ പ്രയോഗം ഉണ്ടല്ലോ, ആരും ഇവർക്ക് വേണ്ടി ആകാശഭൂമികൾ പോലും ഒരിറ്റ് കണ്ണുനീർ പൊഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സമൂഹങ്ങൾ അങ്ങ് കടന്നു പോകും, പക്ഷെ അതിലൊക്കെ വലിയ പാഠങ്ങൾ അവശേഷിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഔറസ്നൽ ഖൗമൽ ലദീന കാനൂ യുസ്തദഅഫൂൻ, അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനതയെ നാം ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അനന്തരാവകാശികളാക്കി. മശാരിഖൽ അർളി വ മഗാരിബഹ, അതിൻ്റെ കിഴക്കൻ മേഖലയും പടിഞ്ഞാറൻ മേഖലയും അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലത്തി ബാറക്ന ഫീഹ, നാം അനുഗ്രഹിച്ചതായ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച പ്രദേശം എന്ന് ഖുർആൻ പറയുന്നത് ഏത് നാടിനെ കുറിച്ചാണ്? സൂറ ബനി ഇസ്രാഈലില് 1-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നില്ലേ, ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്ന ഹൗലഹു, മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല രാപ്രയാണം നടത്തിയല്ലോ. എന്നിട്ട് ബാറക്ന ഹൗലഹു എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ചുറ്റും നാം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഫലസ്തീനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രദേശം ഫലസ്തീനിന്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് സ്ഥിതി ചെയ്യുന്ന സിറിയ, ഈജിപ്ത് തുടങ്ങിയ മേഖലകളാണ് എന്നാണ് ഒരു വ്യാഖ്യാനം. പിന്നെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഇതില്. ദാവൂദ് സുലൈമാൻ അലൈഹിമസ്സലാം പ്രവാചകന്മാരുടെ കാലത്ത് സിറിയയും ഈജിപ്തുമൊക്കെ ഇസ്രയേലിന്റെ അധീനതയിലായിരുന്നു. ഇസ്രയേൽ സമൂഹത്തിന്റെ, ഇന്നത്തെ ഇസ്രയേൽ രാജ്യമല്ല കേട്ടോ, ഇസ്രയേൽ ജനതയുടെ അധീനതയിലായിരുന്നു എന്നും
അതാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത് എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. മശാരിഖൽ അർളി വ മഗാരിബഹ. അപ്പൊ ഭൂമിയുടെ തെക്കും ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും എന്ന് പറയുമ്പോൾ ഫലസ്തീൻ ഭൂമിയുടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തം ഭൂമിയുടെ എന്നല്ല, ഫലസ്തീൻ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അല്ലെങ്കിൽ വിസ്തൃതമായ ഫലസ്തീൻ പ്രദേശം എന്ന് മറ്റൊരഭിപ്രായം ഉണ്ട്. ഇനി മൂന്നാമതൊരു അഭിപ്രായം, ഈജിപ്തിനെ തന്നെ മൂസാ നബിക്കും കൂട്ടുകാർക്കും അധീനപ്പെടുത്തി കൊടുത്തു എന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഫിർഔനും കൂട്ടരും ഈജിപ്തിൽ നിന്ന് പോയല്ലോ. മൂസാ നബിയും അനുയായികളും സീനാ പ്രദേശത്തെത്തിയിട്ടുണ്ട്. അവർ വീണ്ടും ഈജിപ്തിലേക്ക് തിരിച്ചു വന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ശൈലിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരങ്ങനെ ഈജിപ്തിലേക്ക് വന്നു, എന്നിട്ട് 13 വർഷക്കാലം അവര് ഈജിപ്ത് ഭരിച്ചു എന്നൊക്കെയുള്ള ചില കഥകൾ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രയേല്യര് ഫറവോനെയും ഖിബ്തികളെയും ഒക്കെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്ന കഥകൾ വേറെയുണ്ട്. ഏതായാലും അതിനൊന്നും അങ്ങനെ ഒരു പിൻബലമുള്ളതായിട്ട് കാണാൻ സാധ്യമല്ല. ഈജിപ്തില് ഫിർഔൻ ഭരണകൂടം നിലംപതിച്ചു. പിന്നീട് അവിടെ അമാലിക എന്ന് പറയുന്ന മറ്റൊരു ഭരണകൂടമാണ് നിലവിൽ വന്നത്. ഇപ്പൊ മൂസ അലൈഹി ഇസ്ലാം സമൂഹം എങ്ങോട്ട് പോയി? അവര് സീനായി മരുഭൂമി താണ്ടിയിട്ട് ഫലസ്തീനിലേക്ക് പോയി. അവിടെ അവര് വാസമുറപ്പിച്ചു. ഇതാണ് ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചരിത്രം. അതേസമയത്ത് ഈജിപ്തിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവിടെ ഈ ധിക്കാരികളൊക്കെ പോയി. പിന്നീട് അവിടെയുള്ള നല്ല മനുഷ്യന്മാര് പുതിയ ഒരു രാഷ്ട്രം നിർമ്മിച്ചു എന്ന രൂപത്തിലാണ് മനസ്സിലാക്കാൻ പറ്റും. ഔറസ്ന എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അനന്തര സ്വത്താണ്. അനന്തര സ്വത്ത് എന്ന് പറയുമ്പോൾ പൂർവികന്മാരുടെ സ്വത്തില് നിന്ന് അവരുടെ കടങ്ങളും വസിയത്തുകളും മറ്റ് അവകാശങ്ങളും എല്ലാം കഴിച്ച് അനന്തരവന്മാർക്ക് സ്വതന്ത്രമായിട്ട് ലഭിക്കുന്ന ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കളാണല്ലോ അനന്തരാവകാശം. അപ്പൊ ഫലസ്തീൻ ഭൂമിയെ അള്ളാഹു മറ്റാർക്കും മേൽക്കോയ്മ നൽകാത്ത വിധത്തില് ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് ഇസ്രയേൽ സമൂഹത്തിന് വിട്ടുകൊടുത്തു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് അള്ളാഹു പിന്നെ പറയാണ്, വതമ്മത് കലിമത്തു റബ്ബിക്കൽ ഹുസ്ന അലാ ബനി ഇസ്രായീല ബിമാ സബറു. അങ്ങനെ ഇസ്രയേൽ ജനതയ്ക്കുമേൽ അള്ളാഹുവിൻ്റെ ഉത്തമ വചനം പൂർത്തിയായി. ബിമാ സബറു, അവർ സബർ കൈക്കൊണ്ടതിനാൽ. ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ എന്തായിരിക്കും ആ ഉത്തമ വചനം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ സൂക്തങ്ങളിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങളാണ്. 128-ലും 129-ലൊക്കെ വന്നല്ലോ. ഭൂമി അള്ളാഹുവിൻ്റെതാണ്, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ അതിൻ്റെ അവകാശികളാക്കും. ഇന്നൽ അർള ലില്ലാഹ് യൂരിസു മിൻ ഇബാദിന മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അതിൻ്റെ അവകാശികളാക്കും. മാത്രമല്ല വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം ദൈവഭക്തർക്കായിരിക്കും എന്നൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അതെല്ലാം അള്ളാഹു താല സാക്ഷാത്കരിച്ചു. അത് വെറും വർത്തമാനമല്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ബിമാ സബറു, ഇസ്രായേല്യർക്ക് ഇങ്ങനെ ഒരു വിമോചനവും പുതിയ ഒരു ഭൂമിയും ആകാശവും ജീവിതവും ഒക്കെ ലഭിച്ചത് എന്തുകൊണ്ടാണ്? ബിമാ സബറു, അവർ സബർ കൈക്കൊണ്ടതിനാലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. അവര് സഹനം അവലംബിച്ചതിനാൽ, അവർ സ്ഥൈര്യത്തോടെ ഒരു നിലപാട് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയതിനാലാണ് ഇത് സംഭവിച്ചത്. ഇന്ന് ഗസയിൽ നമ്മൾ ആ സബർ കാണുന്നുണ്ട്. വംശഹത്യ നടക്കുന്നു, അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നു, സകല അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവര് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മതം മാറിക്കൊള്ളാം, നിങ്ങളുടെ കൂടെ ചേർന്ന് കൊള്ളാം എന്ന് പറയുന്നില്ലല്ലോ. അതാണ് ബിമാ സബറു, അങ്ങേയറ്റത്തെ കരുത്താണത്. അങ്ങനെയാണ് അവർ ആ പരീക്ഷണത്തെ അതിജീവിച്ചത് എന്ന് ഇസ്രയേലരെ കുറിച്ച് അള്ളാഹു പറയാൻ. എന്നിട്ട് ഇസ്രയേൽ സമൂഹം ഇങ്ങനെ അനന്തരാവകാശികളായിട്ട് മാറിയപ്പോൾ
മറുവശത്ത് ഫിർഔൻ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അള്ളാഹു ചേർത്ത് പറയുന്നുണ്ട്. വദമ്മർന, നാം തകർത്ത് കളഞ്ഞു. മാക്കാന യസ്നഉ ഫിർഔൻ, ഫിർഔൻ നിർമ്മിച്ചതൊക്കെയും, വഖൗമുഹു, അവൻ്റെ ജനതയും നിർമ്മിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം. അവരൊരു നാഗരികത കെട്ടിപ്പടുത്തിട്ടുണ്ട്. അനീതിയിലും അക്രമത്തിലും ചൂഷണത്തിലും കെട്ടിപ്പടുത്തതാണ് ആ നാഗരികത. അങ്ങനെയുള്ള മനുഷ്യനെ അടിച്ചമർത്തുന്ന നിയമങ്ങൾ അവർ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ നിലക്കുള്ളൊരു വ്യവസ്ഥിതി ഉണ്ടാക്കി മനുഷ്യരെ അടിമകളെപ്പോലെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇതൊക്കെയാണ് മാക്കാന യസ്നഉ ഫിർഔനു വഖൗമുഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമാക്കാനു യഅരിശൂൻ, അവർ കെട്ടിപ്പടുത്ത സകലതും. അർശ് എന്ന് പറയുമ്പോൾ സിംഹാസനത്തിന്, അധികാരപീഠത്തിന് അർശ് എന്ന വാക്ക് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ അധികാരത്തിൻ്റെ സകല കോട്ട കൊത്തളങ്ങളും തകർത്തു. അതിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള വൻ കെട്ടിടങ്ങളും ഗോപുരങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം തകർത്ത് കളഞ്ഞു എന്നാണ്. ഇനി അർശ് എന്നത് പന്തൽ എന്ന അർത്ഥത്തിലാണെങ്കിൽ, പന്തലിൽ പടരുന്നതിന് ജന്നാത്തി മഅറൂഷാത്ത് സൂറത്തുൽ അൻആമിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ വമാക്കാനു യഅരിശൂൻ എന്നത് അവരുടെ കൃഷിയെ, അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരമായ കാർഷിക വിളകളും അതുപോലെയുള്ള സകല സംഗതികളെയും ഇല്ലാതാക്കി എന്നായിരിക്കും അതിൻ്റെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ദീർഘകാലം വാണിരുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാത്ത വിധത്തിലാണ് അല്ലാഹു തആല അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് മുങ്ങി ഒടുങ്ങുവാൻ വേണ്ടിയിട്ട് വിധിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരാശയം എന്താണ്? ഇതൊന്നും, ഈ വിഭവങ്ങളൊന്നും അവർക്ക് പ്രയോജനപ്പെടാത്ത വിധത്തിലാക്കി മാറ്റി. കാരണം അവർ ഇല്ലാതെയായി പോയല്ലോ. അതായിരിക്കും മറ്റൊരു ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ ഒരു പുതിയ യുഗം ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ, ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെയുള്ള പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, പടച്ചവനെ ഇത് എത്ര കാലമാണ് ഞങ്ങൾ സഹിക്കേണ്ടത്, ഇങ്ങനെ ചിന്തിച്ചു പോകും. അങ്ങനെ അക്ഷമരായിട്ട് പല തീരുമാനങ്ങൾ എത്തുന്നവരുണ്ട്. അവിടെ നല്ല ഉറച്ച മനസ്സോടെ നിലകൊണ്ടാൽ സാഹചര്യങ്ങൾ മാറി മറിയും എന്നുള്ളതിൻ്റെ നല്ല ഒരു ദൃഷ്ടാന്തമാണിത്. അതിനല്പം കാലമെടുക്കും. നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊള്ളണം എന്നില്ല. ചിലപ്പോൾ തലമുറകൾ കഴിഞ്ഞിട്ടാവാം. പക്ഷേ ഒരു ലക്ഷ്യമുണ്ടവർക്ക്, ഒരു നിലപാടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഉള്ള മാർഗത്തിൽ നിരന്തരമായിട്ട് പൊരുതുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ കാലത്ത് അത് സാധ്യമായില്ലെങ്കിലും അടുത്ത തലമുറ അത് അനുഭവിക്കും. സാധാരണ പറയില്ലേ, ഒരാൾ സഞ്ചരിക്കുന്ന വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പാറ അല്ലെങ്കിൽ വലിയൊരു മല നിൽക്കാൻ, അത് വെട്ടിമാറ്റി വഴി തെളിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അയാൾ എന്താ ചെയ്യുക? അയാൾ തൻ്റെ കയ്യിൽ മഴുവോ കൊടാലിയോ പിക്കാസോ എന്താണോ ഉള്ളത് അതുകൊണ്ട് അത് വെട്ടിത്തുടങ്ങാൻ. പക്ഷെ ഒരു വൻ പർവ്വതമാണ് മുമ്പിൽ ഉള്ളത്. അപ്പോൾ ഇത് സാധ്യമല്ല എന്ന് കരുതിയിട്ട് പിന്മാറിക്കളയും പലരും. പക്ഷെ അങ്ങനെയല്ല. എനിക്കൊരു ദൗത്യമുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യണം. എന്നിട്ട് ആ പിക്കാസ് അവിടെ തന്നെ വെച്ച് ഒരുപക്ഷെ അയാൾ മരിച്ചു വീണേക്കാം. ആയുസ് പൂർത്തിയാകുമ്പോൾ പിന്നീട് അതുവഴി വരുന്ന ആള് അതേ പിക്കാസ് എടുത്ത് തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കും. അയാളും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ലോകം വിട്ടുപോകും. പിന്നെ അടുത്ത ആള് വരും. ഇങ്ങനെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്. ഒരുപാട് തലമുറകളുടെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് പലതും സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലേ? സാധാരണ പറയാറില്ലേ അങ്ങനെ, റോമാ സാമ്രാജ്യം ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല എന്ന് പറയും. ഒരുപാട് കാലത്തെ നിരന്തരമായ പരിശ്രമങ്ങൾ ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കാനും കാലമെടുത്തേക്കും, തലമുറകൾ പിന്നിടേണ്ടി വന്നേക്കും. പക്ഷെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് സാധ്യമാകും, സഫലമാകും
എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? 138, 139 ആയത്തുകളിൽ അസാധാരണമായ നമ്മെ അതിശയിപ്പിക്കുന്ന വേറൊരു സംഭവം ഉണ്ടായി. അത് ശ്രദ്ധിക്കാം. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون يعكفون على أصنام لهم فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون. മൂസ അലൈഹിസ്ലാമിൻ്റെ കൂടെ ചെങ്കടൽ കടന്ന് മറുകര എത്തുന്ന ഇസ്രായേൽ സമൂഹം ഉണ്ടല്ലോ, അവർക്കെന്ത് സംഭവിച്ചു എന്നാണ് ഈ സൂക്തങ്ങൾ പരാമർശിക്കുന്നത്. ഫിർഔനും കൂട്ടരും മുങ്ങി ഒടുങ്ങിപ്പോയി. എന്നാൽ ചെങ്കടൽ കടന്ന് സീനാ പ്രദേശത്തെത്തിയ മൂസ അലൈഹിസ്ലാമും സമൂഹവും എന്ത് സംഭവിച്ചു? ജാവസ്ന ബി ബനി ഇസ്രാഈൽ അൽ ബഹർ. അല്ലാഹു പറയാണ്, ജാവസ കടന്നു എന്ന അർത്ഥം. ഒരു പുഴ മുറിച്ച് കടക്കുക, അക്കരയ്ക്ക് മുറിച്ച് കടക്കുന്നതിന് പറയാം. ജാവസ്ന എന്ന് പറയുമ്പോൾ നാം കടത്തിക്കൊടുത്തു, നാം അക്കരെ എത്തിച്ചു. ബി ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, അൽ ബഹർ സമുദ്രം മുറിച്ച് കടന്നുകൊണ്ട് നാം അവരെ കടൽ കടത്തിക്കൊടുത്തു എന്നാണ്. അങ്ങനെ അവര് കടൽക്കരയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ അവര് എത്തിച്ചേർന്നു അല ഖൗമിൻ, ഒരു ജനതയുടെ അടുക്കലെത്തി. അവരെങ്ങനെയുള്ളവരാണ്? യഅ്കുഫൂന അല അസ്നാമിൻ ലഹും. യഅ്കുഫു, അവര് ആരാധിക്കുന്നവരാണ്. ഇഅ്തികാഫ് ഉണ്ടല്ലോ, ഭജനമിരിക്കുക. എന്തിൻ്റെ അടുക്കലാണ്? അല അസ്നാമിൻ ലഹും, അവരുടെ ചില വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരുന്ന് ആരാധനകൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ അവർ കണ്ടുമുട്ടി എന്നാണ്. അങ്ങനെ ഒരു സമൂഹം. ഖാലു, ആ സമയത്ത് ഇസ്രായേൽ സമൂഹം മൂസാ നബിയോട് പറയാണ്, യാ മൂസ, ഓ മൂസ, ഇജ്അൽ ലന, ഞങ്ങൾക്ക് നീ ഉണ്ടാക്കിത്തരൂ, ഇലാഹൻ, ഒരു ദൈവത്തെ, കമാ ലഹും, ഇവർക്കുള്ളതുപോലെ, ആലിഹ, ഒരുപാട് ദൈവങ്ങൾ, ഇവർക്ക് ധാരാളം ആരാധ്യരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ പ്രതിഷ്ഠിച്ചു തരൂ മൂസ എന്ന് ഇസ്രായേലർ മൂസ അലൈഹി ഇസ്ലാമിനോട് പറയാം. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം എന്താണ്? ഖാല, മൂസാ നബി പറഞ്ഞു, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഖൗമുൻ, ഒരു ജനതയായിരിക്കുന്നു. എങ്ങനെയുള്ള ജനത? തജ്ഹലൂൻ, ജാഹിലീങ്ങളായ, പടുവിഡ്ഢികളായ സമൂഹമായി മാറിപ്പോയല്ലോ എന്ന് പറയാണ്. സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാണ് അവർ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ പിറകില് ഫിർഔനിന്റെ വൻ സൈന്യമുണ്ട്, മുമ്പിലോ ആർത്തിരമ്പുന്ന ചെങ്കടലുണ്ട്. നമ്മളിപ്പോ പിടിക്കപ്പെടുമല്ലോ മൂസ എന്നവർ സങ്കടം പറഞ്ഞപ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ നമുക്ക് വഴി കാണിച്ചു തരും, അവൻ എനിക്ക് വഴി കാണിച്ചു തരും, അല്ലേ? അപ്പോഴാണ് മൂസാ നബിയോട് വടിയടിക്കാൻ പറഞ്ഞത്, ചെങ്കടൽ പിളർന്നത്, അതിൽ സഞ്ചരിച്ച് അവർ മറുകര എത്തിയത്. നേരിട്ട് അനുഭവിച്ച മുഅ്ജിസത്താണ്, അള്ളാഹുവിൻ്റെ സഹായമാണ്. എന്നിട്ട് അവരിങ്ങനെ കടൽക്കരയിലൂടെ നടക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്.
ഒരു ഗോത്ര സമൂഹം വിഗ്രഹങ്ങളെ വെച്ചിട്ട് പൂജിച്ച് അതിൻ്റെ മുമ്പിൽ ഭജനം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇസ്രായേലർ പറയാൻ, കണ്ടോ മൂസ, ഇവർക്ക് എത്ര ദൈവങ്ങളാണ് ആരാധിക്കാൻ, അതുകൊണ്ട് നമുക്കും വേണം കാണാൻ പറ്റുന്ന ഒരു ദൈവം. എന്തല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൽ ഈമാൻ വേണ്ടത്ര അങ്ങ് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിട്ടും അതിന് ഒരു കാരണം, അവർ മർദ്ദിത സമൂഹമായിരുന്നു. അവർക്ക് ദീന് പഠിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അവർ ഈജിപ്തിലെ ഫിർഔനിന്റെ കീഴിൽ അടിമകളാക്കപ്പെട്ടവരാണ്. രാപ്പകൽ ഭേദമെന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട പീഡിതരും മർദ്ദിതരുമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ കൂടെ ഉണ്ടെങ്കിലും അതായിരിക്കണം ഈമാനികമായ ഒരു ഉൾക്കരുത്ത് അവരിൽ വന്നു ചേരാതിരുന്നത്. അതുകൊണ്ടാണ് കാണാൻ കഴിയുന്ന ദൈവത്തെ ഒരെണ്ണത്ത് നമുക്കും വേണമെന്ന് പറയുന്നത്. ഈമാൻ ദുർബലമാകുമ്പോഴാണ് അങ്ങനെയുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വരിക അല്ലെ? അപ്പൊ ഇതാണ് അവർക്ക് സംഭവിച്ചത്. ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് പറഞ്ഞു. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. മൂസ അലൈഹി സ്വലാം പറഞ്ഞാണ്ടില്ലേ, നിങ്ങൾ മഹാവിഡ്ഢികളായ സമൂഹമായിരിക്കുന്നു എന്ന്. ഇത് മനുഷ്യന്മാരുടെ ഒരു പ്രകൃതമാണ്, നമ്മൾ ഇന്നും കാണുന്നില്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തില് കഴിഞ്ഞ ദിവസം ഒരു മഹാപുരോഹിതന്റെ പ്രസ്താവന ഉണ്ടായി. അവരെവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു മുടി, അത് പ്രവാചകന്റെ മുടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. അതിന് വലിയ പോരിശയുണ്ട്, മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്നു. എന്നിട്ട് അത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കുടിച്ചാൽ രോഗശമനമുണ്ട്, ഒരു ബോട്ടിലിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കച്ചവടം പൊടിപൊടിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താണ്? ആ മുടി 1/2 സെന്റിമീറ്റർ വളർന്നിരിക്കുന്നു എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ്. ആലോചിച്ച് നോക്ക്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയോ ചില മായാജാലവും അത്ഭുത പ്രവൃത്തികളൊക്കെ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണിത്. അപ്പൊ അതിൻ്റെ പിന്നാലെ ആൾക്കൂട്ടം അല്ലേ? ഇത് മറ്റൊരു വിഗ്രഹമായിട്ട് മാറുകയാണ്. മറ്റു പലർക്കും പല വിധത്തിലുള്ള പ്രതിഷ്ഠകളും പല അത്ഭുത സിദ്ധികളൊക്കെ പറയല്ലോ. ഇതേപോലെ നമുക്കുണ്ട് ഇതേപോലെ ഒരു പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന ഇത് തന്നെ സംഭവം. ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാണാൻ കഴിയുന്ന അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാ നമുക്കും കിട്ടി അങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം എന്ന അതിസുന്ദരമായ ഒരു ജീവിത വ്യവസ്ഥയെ, വിപ്ലവകരമായ ഒരു വിമോചന പ്രത്യയശാസ്ത്രത്തെ, വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് മനുഷ്യൻ പടരുന്ന സകല നന്മകളുടെയും ഉറവിടത്തെ അങ്ങനെ തന്നെ അങ്ങ് തമസ്കരിച്ച് കളഞ്ഞ് ഇല്ലാതെയാക്കിയിട്ട് അതിനെ ഒരു ജാലവിദ്യയുടെ മതമാക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് പുരോഹിതം അല്ലേ? അപ്പോ അന്ന് നടന്ന അതേ അവസ്ഥയാണ് ഇന്നും. മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞ അതേ വാചകം, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ മഹാവിഡ്ഢികളായ സമൂഹമാണല്ലോ എന്ന് ഇന്നും പറയേണ്ടി വരും. ലോകത്തിന് ഒരു വിമോചന പ്രത്യയശാസ്ത്രമായിട്ട് ലോകം അനുഭവിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ടുള്ള ഒരു സുന്ദരമായ ജീവിത വ്യവസ്ഥയാണ്, ദൈവിക വ്യവസ്ഥയാണ് ഇസ്ലാം. അതിനെക്കുറിച്ച് ഒന്നും പറയാനേ ഇല്ല. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനില്ല. മറിച്ച് ഇത് 1/2 സെന്റിമീറ്റർ മുടി വളർന്നു എന്ന് പറഞ്ഞ് അത് വൻ വാർത്തയാക്കി മാറ്റാണ് അല്ലേ? ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ അന്നും ഇന്നും എന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനാൽ വലിയ പാഠമുണ്ട് ഈ സൂക്തങ്ങളിൽ എന്ന് തിരിച്ചറിയണം. ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്ര പശ്ചാത്തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമകാലിക വായന നടത്തിയിട്ട് എങ്ങനെ നമുക്ക് സത്യമാർഗത്തിൽ സഞ്ചരിക്കാം, എങ്ങനെ സമൂഹത്തെ ഇതേ വഴിയിൽ മുന്നോട്ട് നയിക്കാം എന്നുള്ള ആലോചനകൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, സത്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അസത്യത്തിൻ്റെ ആശയക്കുഴപ്പങ്ങളുടെ എല്ലാ മാർഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ,
എല്ലാവിധ പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത് നൽകണേ റബ്ബെ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. രോഗികളായവർ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മാനസിക പ്രയാസങ്ങളുള്ളവർ, സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവർ, എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. സാമൂഹിക അന്തരീക്ഷം സൗഹാർദ്ദത്തിൻ്റെയും നന്മയുടേതുമാക്കി മാറ്റിത്തരണേ നാഥ. ഗസയിലെ സഹോദരങ്ങളോട് കരുണ കാട്ടണേ റബ്ബെ. പടച്ചവനെ, അവർക്കെതിൽ തന്ത്രം മെനയുന്ന സകല തന്ത്രശാലികളുടെയും കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.